Hello all my dear nurses, welcome to a new question discussion video. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് NCLEX-RN എക്സാംസിന് വളരെ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓരോ ക്വസ്റ്റ്യൻസും നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ക്വസ്റ്റ്യൻസിനെ അപ്രോച്ച് ചെയ്യണമെന്നും അതുപോലെ തന്നെ ഈ ഓപ്ഷൻസിൽ നിന്നും എങ്ങനെ റോങ് ആൻസേഴ്സ് എലിമിനേറ്റ് ചെയ്ത് കറക്റ്റ് ആൻസേഴ്സ് സെലക്ട് ചെയ്യാമെന്നുള്ളതുമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതിതാണ്, ഓരോ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോ നിങ്ങൾ വാച്ച് ചെയ്യുമ്പോഴും നിങ്ങൾ നിർബന്ധമായിട്ടും അതിൻ്റെ റാഷണേൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ഓരോ ടോപ്പിക്കും അതുപോലെ തന്നെ അതിൽ പറയുന്ന ഓരോ റാഷണേൽസും നിങ്ങൾ നിർബന്ധമായിട്ടും എഴുതി വെക്കുക. ബിക്കോസ് അങ്ങനെ എഴുതി വെക്കുന്ന പോയിന്റ്സ് നിങ്ങളുടെ അടുത്ത ക്വസ്റ്റ്യൻ ഡിസ്കഷൻസിൽ അതുപോലെ നിങ്ങളുടെ എക്സാംസിന് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നതിന് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ സമയം കളയാതെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. First question. The client is admitted to the unit. A vaginal exam reveals that she is 3 centimeters dilated. Which of the following statement would the nurse expect her to make? So, ഇവിടെ question's meaning ആണ്, client is admitted to the unit, vaginal examination ചെയ്തപ്പോൾ 3 centimeters dilated ആണ്. So, cervical dilation 3 centimeters ആണ്. Which of the following statement would the nurse expect her to make? അതായത് പേഷ്യന്റിന് ഈ ഒരു പോയിന്റിൽ, അതായത് 3 സെന്റിമീറ്റർ ഡയലേഷൻ മാത്രമുള്ള ഈ ഒരു പോയിന്റിൽ പേഷ്യന്റിൽ നിന്നും എന്താണ് ഒരു നഴ്സ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഓക്കെ, നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ സേസ് ഐ കാൻ ഡിസൈഡ് വാട്ട് ടു നെയിം ദ ബേബി. ഓക്കെ, എനിവേ ഡെലിവറിയിൽ അല്ലെങ്കിൽ ലേബർ പെയിനിലായിരിക്കുന്ന ഒരു പേഷ്യന്റ്, ഐ ഡോണ്ട് ഫീൽ ദാറ്റ് ഒരു കാര്യം, അതായത് എൻ്റെ കുഞ്ഞിന് എന്ത് പേര് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു കാര്യത്തെക്കുറിച്ച് അവർ ബോധേഡ് ആയിരിക്കില്ല. ബിക്കോസ് അതൊക്കെ നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എപ്പോഴാണ്? വെൻ വി ആർ കംഫർട്ടബിൾ. ബട്ട് ഈ ഒരു സിറ്റുവേഷൻ അവരൊരു ഫുള്ളി കംഫർട്ടബിൾ മാനറിലല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? എ റോങ് ആൻസർ ആയിട്ട് കളയാം. ഓക്കെ, ആൻഡ് ബി ഇറ്റ് ഫീൽസ് ഗുഡ് ടു പുഷ് വിത്ത് ഈച്ച് കൺട്രാക്ഷൻ. സോ അതൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് പുഷിങ്. പക്ഷേ 3 സെന്റിമീറ്റർ ഡയലേഷനിൽ പേഷ്യന്റ് വിൽ നോട്ട് ഹാവ് എൻ ഏർജ്. അവർക്കൊരു ഏർജ് ഉണ്ടാവില്ല. ഉണ്ടായാൽ മാത്രമാണ് അവർ പുഷ് ചെയ്യുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റിൽ ബി ഓപ്ഷനും ഒരു പ്രോപ്പർ ആൻസർ ആയിട്ട് സെലക്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ 2 ആൻസർ ആണ് ഇതിനകത്ത് റിമൂവ് ചെയ്തത്. ഏതൊക്കെയാ? എ റിമൂവ് ചെയ്തു ആൻഡ് ബി റിമൂവ് ചെയ്തു. സി, ഡോണ്ട് ടച്ച് മീ, ഐ എം ട്രൈങ് ടു കോൺസെൻട്രേറ്റ്. ഓക്കെ, എഗെയിൻ ഈ ഒരു പോയിന്റില് ഈ ഒരു പ്രഗ്നന്റ് അമ്മ ഡോണ്ട് ടച്ച്, ബിക്കോസ് അവരൊരു ഡോണ്ട് ടച്ച് മീ, ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യട്ടെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അത് സാധാരണ ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും കോൺസെൻട്രേറ്റഡ് ആയിട്ട് ഒരു ജോലി ചെയ്യുവാണെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ അവർ പെയിൻ സിറ്റുവേഷനിലാണ് ആൻഡ് ആങ്ഷ്യസ് ആണ്. അപ്പൊ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ടച്ചിങ് അവരെ ശരിക്കും പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കംഫർട്ടബിൾ ആക്കും. ക്ലിയർ? അപ്പൊ സിയും ഒരു റോങ് ആൻസർ ആണ്. When I can get my epidural which is an anesthesia. So epidural anesthesia എനിക്ക് എപ്പോൾ കിട്ടും? അതായിരിക്കും യൂഷ്വലി എല്ലാ പേഷ്യൻസും ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സോ ഇതാണ് ആൻസർ ആയിട്ട് വരുന്നത്, ഓപ്ഷൻ നമ്പർ ഡി. ക്ലിയർ ആയോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് മൂവ് ചെയ്യാം. Client is having fetal heart rate of 100 to 110 beats per minute during the contraction. The first action the nurse should take is to apply an internal monitor, turn the client to her side and get the client up and walk her in the hall and move the client to a delivery room. അപ്പൊ ഇവിടെ ഒരു ക്ലയന്റിന് ഫീറ്റൽ ഹാർട്ട് റേറ്റ് 100 to 110 ആണ്. നോർമൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് എത്രയാണ്? നോർമൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് 120 to 160 ആണ്. വെറസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഇസ് നോട്ട് നോർമൽ. ഫൈൻ. അപ്പൊ ഇവിടുത്തെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് 100 to 110 പറഞ്ഞു. അത് നോർമൽ ആണോ? ഉറപ്പായിട്ടും അല്ല. ഓക്കെ, പിന്നെ ഡ്യൂറിങ് കൺട്രാക്ഷൻ, യൂട്രൈൻ കൺട്രാക്ഷൻസ് സാധാരണ വരുമ്പോൾ ഹാർട്ട് റേറ്റ് കൂടുവാണ്. ദാറ്റ് മീൻസ് ആക്സിലറേഷൻ ഓഫ് ഹാർട്ട് റേറ്റ്. അതാണ് നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ഇവിടെ അത് കുറഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതിന് എന്തെങ്കിലും റീസൺ ഉണ്ടാവും. ഡീസലറേഷൻ ഉണ്ടാവാനായിട്ട് എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ റീസൺ ഉണ്ടായിരിക്കും. സോ ദ ഫസ്റ്റ് ആക്ഷൻ ദ നഴ്സ് ഷുഡ് ടേക്ക് ഇസ് ടു അപ്ലൈ ആൻ ഇന്റേണൽ മോണിറ്റർ, turn the client to her side and get the client up walk
and move the client to the delivery room. So ഇതിനകത്ത് wrong answers eliminate ചെയ്യൂ. ഇവിടെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് കുറയുന്ന അതിന് പറയുന്ന പേരാണ് ഡീസലറേഷൻ എന്ന്. ഓക്കെ, അപ്പൊ ഡീസലറേഷൻ ഉണ്ടാവുന്നതിന്റെ ഒരു റീസൺ പ്ലാസന്റൽ സർക്കുലേഷൻ പ്രോപ്പർ ആവാതെയോ അല്ലെങ്കിൽ മെറ്റേണൽ പൊസിഷൻ അബ്നോർമൽ ആവുന്നതോ കൊണ്ടാവാം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് അപ്ലൈ ആൻ ഇന്റേണൽ മോണിറ്റർ വിച്ച് ഡസന്റ് റിക്വയർഡ്, നമുക്ക് അത് റോങ് ആയിട്ട് കളയാം. Again, ഈ ഒരു പോയിന്റിൽ will not ask the patient to get up and walk. Again, that is wrong. And move the client to delivery room, which is not at all okay at this particular moment. So the correct answer for this question is turn the client to her side. അപ്പൊ ഇവിടെ നിങ്ങൾ എന്തൊക്കെയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിച്ചു വെക്കേണ്ടത്? നോർമൽ ഫീറ്റൽ ഹാർട്ട് റേറ്റ് 120 to 160 പഠിക്കണം. During contraction, what is the normal expected finding? It is acceleration ആണെന്ന് normal finding ആയിട്ട് consider ചെയ്യുന്നത്. So you have to learn that. And then contractionൽ deceleration ഉണ്ടായാൽ which is not a normal finding. ഇനി deceleration തന്നെ പല തരത്തിലുള്ള deceleration ഉണ്ട്. But anyway, you can just remember deceleration is not good. അതായത് fetal heart rate നോർമലിൽ നിന്നും താഴോട്ട് വരുന്നത് നോർമൽ അല്ല. കൺട്രാക്ഷൻ ഉണ്ടാകുമ്പോൾ യൂട്രസ് കൺട്രാക്ട് ചെയ്യുന്ന സമയത്ത് കുഞ്ഞിന്റെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് കുറയുന്നതിന് പകരം കൂടുകയാണ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പൊ നമ്മൾ പറയുന്ന ഓരോ റാഷണയിലും നമ്മൾ എന്ത് ചെയ്യണം? എഴുതി വെക്കണം കേട്ടോ. അടുത്തത്, in evaluating the effectiveness of IV pitocin for a patient with a secondary dystocia, the nurse should. Okay, പിന്നെ അത് ഓരോ പോയിന്റ് നമ്മൾ മനസ്സിലാക്കണം. ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് എന്താണ്? ഇൻ ഇവാലുവേറ്റിംഗ് ദ ഇഫക്റ്റീവ്നെസ് ഓഫ് IV pitocin. പിറ്റോസിൻ എന്ന് പറയുന്നത് ഓക്സിറ്റോസിൻ ആണ്. സോ ഈ ഓക്സിറ്റോസിന്റെ ഇഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ദാറ്റ് മീൻസ് ഓക്സിറ്റോസിൻ കൊടുത്തിട്ട് അതിന്റെ ഇഫക്റ്റീവ്നെസ് ഇവാലുവേറ്റ് ചെയ്യുന്നു വിത്ത് സെക്കൻഡറി ഡിസ്റ്റോഷ്യ. സെക്കൻഡറി ഡിസ്റ്റോഷ്യ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റോഷ്യ ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ലേബർ. ഓക്കെ, അപ്പൊ ഡിഫിക്കൽട്ട് ലേബർ ഉള്ള ഒരു പേഷ്യന്റിന് നമ്മളുടെ പിറ്റോസിൻ കിട്ടിയിട്ട് അത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നഴ്സ് ഷുഡ് റാപ്പിഡ് ഡെലിവറി ആണോ, സർവൈക്കൽ ഇഫേസ്മെന്റ് ആണോ, ഇൻഫ്രീക്വന്റ് കൺട്രാക്ഷൻ ആണോ, ആൻഡ് പ്രോഗ്രസീവ് സർവൈക്കൽ ഡയലേഷൻ ആണോ, ഇതിനകത്ത് എന്താണ് അസസ് ചെയ്യേണ്ടത്? ഓക്കെ, സോ ഇവിടെ ഏതായിരിക്കും നമ്മൾ അസസ് ചെയ്യേണ്ടത്? റോങ് ആൻസേഴ്സ് എലിമിനേറ്റ് ചെയ്യൂ. സോ യു വിൽ ഗെറ്റ് ദ കറക്റ്റ് ആൻസർ. സോ ഇവിടെ റാപ്പിഡ് ഡെലിവറി എന്ന് പറയുന്നത് പിറ്റോസിൻ കൊടുത്തു കഴിഞ്ഞിട്ട് അതിന്റെ ഒരു ഇഫക്റ്റീവ്നെസ് ആയിട്ട് നമ്മൾ റാപ്പിഡ് ഡെലിവറി വി ഡോണ്ട് എക്സ്പെക്ട്. സോ അത് നമുക്ക് കളയാം. സർവിക്കൽ ഇഫേസ്മെന്റ് ഓക്കെ, നല്ലൊരു ആൻസർ ആണ്. ഇൻഫ്രീക്വന്റ് കൺട്രാക്ഷൻസ്, സാധാരണ പിറ്റോസിൻ കൊടുക്കുമ്പോൾ ഇഫക്റ്റീവ്നെസ് നമുക്ക് ഫ്രീക്വന്റ് കൺട്രാക്ഷൻസ്, അതായത് കൺട്രാക്ഷൻസ് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. സോ വി ഡോണ്ട് എക്സ്പെക്ട് ഇൻഫ്രീക്വന്റ് കൺട്രാക്ഷൻ. സോ അത് കളയാം. പ്രോഗ്രസീവ് സർവൈക്കൽ ഡയലേഷൻ, സോ ഈവൻ ദാറ്റ് ഇസ് ഇൻക്ലൂഡഡ്. പ്രോഗ്രസീവ് സർവൈക്കൽ ഡയലേഷൻ എന്ന് പറഞ്ഞാൽ ഗ്രാജുവലി സർവൈക്കൽ ഡയലേഷൻ ഇങ്ങനെ പ്രോഗ്രസ് ആവും. അതായത് ഇനീഷ്യലി ഇപ്പൊ 2 ആണെങ്കിൽ അത് കഴിഞ്ഞ് അത് കൂടി അത് ഇൻക്രീസ് ആവുന്നതിനെയാണ് പ്രോഗ്രസീവ് സർവൈക്കൽ ഡയലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ സർവൈക്കൽ ഇഫേസ്മെന്റും ഉണ്ട്, പ്രോഗ്രസീവ് സർവൈക്കൽ ഡയലേഷൻ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ആൻസർ ഇസ് ഡി. ഇറ്റ് ഇസ് പ്രോഗ്രസീവ് സർവൈക്കൽ ഡയലേഷൻ. സോ വാട്ട് ഇസ് ആൻസർ ഫോർ ദിസ് ക്വസ്റ്റ്യൻ? ഇറ്റ് ഇസ് ഡി. ക്ലിയർ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ഇവിടുത്തെ ആൻസർ ആണ് പ്രോഗ്രസീവ് സർവൈക്കൽ ഡയലേഷൻ. Next question, vaginal exam reveals a breech presentation in a newly admitted client. What is breech presentation? Buttocks is coming first to the pelvis. Okay, so അതിനാണ് breech presentation എന്ന് പറയുന്നത്. Nurse should take which of the following action at this time? ഈ ഒരു പോയിന്റിൽ nurse എന്താണ് ചെയ്യേണ്ടത്? ഓക്കെ, അപ്പൊ ഏതൊക്കെയാണ് 2 പ്രസന്റേഷൻസ് നോർമലി നമ്മൾ കാണുന്നത്? ഒന്ന് breech presentationും 2 വെർട്ടെക്സ് പ്രസന്റേഷനും. ബ്രീച്ച് പ്രസന്റേഷൻ എന്ന് പറഞ്ഞാൽ ബട്ടക്സ് ആദ്യം കുഞ്ഞിന്റെ ബട്ടക്സ് അതായത് പെൽവിസിലേക്ക് ഫസ്റ്റ് വരുന്നത് ബ്രീച്ച് പ്രസന്റേഷനും, സർവൈക്കൽ പ്രസന്റേഷൻ അല്ലെ വെർട്ടെക്സ് പ്രസന്റേഷൻ എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ഹെഡ് ഫസ്റ്റ് മൂവ് ചെയ്യുന്നതിന് നമ്മൾ സെഫാലിക് പ്രസന്റേഷൻ അല്ലെങ്കിൽ വെർട്ടെക്സ് പ്രസന്റേഷൻ എന്ന് പറയും. ഇപ്പൊ ഇവിടെ ബ്രീച്ച് പ്രസന്റേഷൻ ആണ്. ബ്രീച്ച് പ്രസന്റേഷൻ നോർമൽ ആണോ എന്ന് ചോദിച്ചാൽ നമ്മുടെ വെർട്ടെക്സ് പ്രസന്റേഷൻ കമ്പയർ ചെയ്യുമ്പോൾ ബ്രീച്ച് ഇസ് നോട്ട് ഗുഡ്. ഫൈൻ. പ്രിപ്പയർ ദ ക്ലൈന്റ് ഫോർ സിസേറിയൻ സെഷൻ. ബ്രീച്ച് പ്രസന്റേഷനിലും നോർമൽ ഡെലിവറി പോസിബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ ബ്രീച്ച് പ്രസന്റേഷൻ ഉള്ള പേഷ്യൻസിനെയും സിസേറിയൻ സെഷന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് നെസസറി. ഓക്കെ, അപ്പൊ അതുകൊണ്ട് നമുക്കത് കളയാം.
2, apply the fetal heart rate monitor. That can be. അതായത് കുഞ്ഞിന്റെ ഹാർട്ട് റേറ്റ് നോക്കുക. അതിപ്പോ വെർട്ടെക്സ് പ്രസന്റേഷൻ ആണെങ്കിലും ബ്രീച്ച് ആണെങ്കിലും പ്രഗ്നന്റ് ഡെലിവറിയുടെ പോയിന്റിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫീറ്റൽ ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യണം. ആൻഡ് പ്ലേസ് ദ ക്ലയന്റ് ഇൻ എ ട്രണ്ടലൻബർഗ് പൊസിഷൻ. ദാറ്റ് മീൻസ് അമ്മേനെ ഹെഡ് ലോ പൊസിഷനിൽ വെക്കുക, വിച്ച് ഇസ് നോട്ട് നെസസറി. എപ്പോഴാണ് ഒരു അമ്മേനെ ഹെഡ് ലോ പൊസിഷനിൽ വെക്കുന്നത്? പ്രഗ്നന്റ് ലേഡീനെ ഹെഡ് ലോ പൊസിഷനിൽ നോർമലി നമ്മൾ വെക്കുന്നത് കോഡ് പ്രൊലാപ്സ് ഉണ്ടാവുമ്പോൾ. ഓക്കെ, സോ വൈ head low position or Trendelenburg position is necessary? That is usually given for a mother who is in situations where the umbilical cord is coming out. So umbilical cord prolapse ആണ് normally നമ്മൾ ഈ ഒരു പൊസിഷൻ കൊടുക്കുന്നത്. ക്ലിയർ? അപ്പൊ അത് നമുക്ക് റോങ് ആയിട്ട് കൺസിഡർ ചെയ്യാം. പെർഫോം ആൻ അൾട്രാസൗണ്ട് എക്സാമിനേഷൻ. അൾട്രാസൗണ്ട് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ എന്തെങ്കിലും യൂസ് ഉണ്ടോ? ഡസൻ. ഓക്കെ, അപ്പൊ അതിൽ പ്രത്യേകിച്ച് ഇവിടെ യൂസ് ഒന്നും ഇല്ല. അപ്പൊ ഏതായിരിക്കും ആൻസർ? അപ്ലൈ ദ ഫീറ്റൽ ഹാർട്ട് റേറ്റ് മോണിറ്റർ. സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുന്നത് SB. കിട്ടിയോ? ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Nurse is caring for a client admitted to labor and delivery. The nurse is aware that the infant is in distress if she nods. Okay, അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് nurse is caring for a client admitted to labor and delivery. അപ്പൊ ലേബർ ആൻഡ് ഡെലിവറിക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്. ആൻഡ് ദ nurse is aware that the infant is in distress. അതായത് അകത്തുള്ള കുഞ്ഞ് ഡിസ്ട്രസ്സിലാണ്. അപ്പൊ if she nods, contraction every 3 minutes, absent variability, fetal heart tone acceleration with a movement, and fetal heart rate between 120 to 130. അപ്പൊ ഇവിടെ കുഞ്ഞ് ഡിസ്ട്രസ്സിലാണെങ്കിൽ, അതായത് ഇൻഫന്റ് ഡിസ്ട്രസ്സിലാണെങ്കിൽ എന്തായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്? ഓക്കെ, ഒന്ന് പറയാണ് കൺട്രാക്ഷൻസ് എവറി 3 minutes. അതൊരു പോസിറ്റീവ് സൈൻ ആണ്. അത് ഇവിടെ കുഞ്ഞിന്റെ കാര്യമല്ലേ വേണ്ടത്. അപ്പൊ കുഞ്ഞ് ഡിസ്ട്രസ്സിലാവുമ്പോൾ നമുക്ക് കോമൺ ആയിട്ട് എന്ത് ആബ്സെന്റ് ആയിരിക്കും? നോർമൽ ആയിട്ടുള്ള കുഞ്ഞിന്റെ മൂവ്മെന്റും, അതായത് കുഞ്ഞിന്റെ വൈറ്റൽ ഓർഗൻ മൂവ്മെന്റും അതുപോലെ കുഞ്ഞിന്റെ ഫിസിക്കൽ മൂവ്മെന്റ് എല്ലാം കുറവായിരിക്കും. അതിനെയാണ് നമ്മൾ കുഞ്ഞ് ഡിസ്ട്രസ്സിലാണെന്ന് പറയുന്നത്. മനസ്സിലായോ? അങ്ങനെ വരുമ്പം എയില് കൺട്രാക്ഷൻസ് എവറി 3 minutes വിച്ച് ഇസ് നോട്ട് റിലേറ്റഡ്. അപ്പൊ നമുക്കത് കളയാം. ആബ്സെൻസ് ഓഫ് വേരിയബിലിറ്റി എന്ന് പറഞ്ഞാൽ കുഞ്ഞിന്റെ ഫീറ്റൽ ഹാർട്ട് റേറ്റിൽ ഉണ്ടാവുന്ന വേരിയബിലിറ്റി ചേഞ്ചസ് അത് കുറവാണ്. അതൊരു സൈൻ ആയിട്ട് കൺസിഡർ ചെയ്യുക കേട്ടോ. ഫീറ്റൽ ഹാർട്ട് റേറ്റ് ആക്സലറേഷൻ വിത്ത് മൂവ്മെന്റ്, അതായത് യൂട്രൈൻ കൺട്രാക്ഷൻ ഉണ്ടാവുമ്പോൾ ഫീറ്റൽ ഹാർട്ട് റേറ്റ് കൂടുക, വിച്ച് ഇസ് ക്വൈറ്റ് നോർമൽ. അതായത് യൂട്രൈൻ കൺട്രാക്ഷൻ വരുമ്പോൾ എപ്പോഴും ആക്സിലറേഷൻ ഓഫ് ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള, അതായത് വിച്ച് ഇസ് നോട്ട് ഇൻഡിക്കേറ്റിംഗ് ഫീറ്റൽ ഡിസ്ട്രസ്. ഓക്കെ, അപ്പൊ നമ്മുടെ സി ആൻസർ റോങ് ആണ്. ഫീറ്റൽ ഹാർട്ട് ടോൺ 120 to 130. ഐ ഫീൽ ദാറ്റ് ഇസ് ഓൾസോ എ കറക്റ്റ് ആൻസർ. മനസ്സിലായോ? ബിക്കോസ് അതും ഒരു പ്രോപ്പർ ആണ്. മനസ്സിലായോ? നമുക്കിവിടെ വേണ്ടത് ഇൻഫന്റിന് ഡിസ്ട്രസ് ആവുമ്പോ എങ്ങനെയായിരിക്കും? ഡിസ്ട്രസ്സിൽ നോർമൽ ഫൈൻഡിങ് അല്ല കാണുന്നത്, അബ്നോർമൽ ഫൈൻഡിങ് ആണ്. അപ്പൊ ഇവിടെ ഏതാണ് അബ്നോർമൽ ഫൈൻഡിങ് ആയിട്ട് കാണുന്നത്? ഇറ്റ് ഈസ് ആബ്സെൻസ് ഓഫ് വേരിയബിലിറ്റി. സോ ദ ആൻസർ ഇസ് ബി. ക്ലിയർ ആയോ? അപ്പൊ ഈ ഓരോ ക്വസ്റ്റ്യൻസും ഓരോന്നും വ്യത്യസ്തമാണ്, യൂണീക് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഈ ഓരോ ക്വസ്റ്റ്യൻസ് നമ്മൾ വായിക്കുമ്പോഴും അതിനകത്ത് ഓരോ ഓപ്ഷൻസിന്റെ മീനിങ് മനസ്സിലാക്കി അതിന്റെ റോങ് ആൻസേഴ്സ് ഫസ്റ്റ് എലിമിനേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡ് വേണം എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പൊ ആദ്യം തന്നെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ ക്വസ്റ്റ്യന്റെ മീനിങ് വളരെ ക്ലിയർ ആയിട്ട് ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലാക്കുക. അതിനനുസരിച്ച് ബാക്കി ക്വസ്റ്റ്യൻസ് വായിച്ച് ഓപ്ഷൻസ് വായിക്കും. അപ്പൊ ഓട്ടോമാറ്റിക്കലി ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലാവുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഓപ്ഷൻസിൽ നിന്ന് റോങ് ആൻസേഴ്സ് എലിമിനേറ്റ് ചെയ്യാനുള്ള ഒരു വേ കിട്ടും. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. ദ ഫോളോയിങ് ആർ ഓൾ നഴ്സിംഗ് ഡയഗ്നോസിസ് അപ്രോപ്രിയേറ്റ് ഫോർ ഗ്രാവിഡ 4 para 3 in labor. Which one would be most appropriate for the client as she completes the latent phase of labor? അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് 4 നഴ്സിംഗ് ഡയഗ്നോസിസ് പറഞ്ഞിട്ടുണ്ട്. ആർക്ക് വേണ്ടിയാണ് ഈ 4 നഴ്സിംഗ് ഡയഗ്നോസിസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്? ഗ്രാവിഡ 4 para 3 in labor, അതായത് ഫോർത്ത് ടൈം പ്രഗ്നന്റ് ആയിട്ടുള്ള, ഇതിനു മുമ്പ് 3 പ്രാവശ്യം ഡെലിവറി ചെയ്തിട്ടുള്ള ഒരു അമ്മ. ഈ പറഞ്ഞിരിക്കുന്നതിനകത്ത് which one of the following is most appropriate for this mother as she completes the latent phase of
ലേബർ. അപ്പൊ ചോദിക്കും ഈ ലേബറിന്റെ ലേറ്റന്റ് ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, അതായത് ലേബറിൽ 4 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ് ആൻഡ് ഫോർത്ത് സ്റ്റേജ്. ഓക്കെ, ഇതില് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് cervical dilation 1 തുടങ്ങിയിട്ട് 10, ദാറ്റ് ഇസ് ഫുൾ cervical dilation വരെ ഉണ്ടാവുന്ന ഒരു സമയമാണ് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അപ്പൊ ലേബറിൽ 4 സ്റ്റേജ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞ cervical dilation 1 തുടങ്ങിയിട്ട് 10 വരെ മൂവ് ചെയ്യുന്നത്. സെക്കൻഡ് സ്റ്റേജ് എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ഡെലിവറി. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് പ്ലാസന്റയുടെ ഡെലിവറി. ആൻഡ് ഫോർത്ത് സ്റ്റേജ് എന്ന് പറയുന്നത് ഒരു 4 മണിക്കൂർ ആഫ്റ്റർ പ്ലാസന്റൽ ഡെലിവറി. ഓക്കെ, അപ്പൊ ഇതാണ് 4 സ്റ്റേജ്. ഇതിൽ ഫസ്റ്റ് സ്റ്റേജ് ഒരു 0 തുടങ്ങിയിട്ട് cervical dilation 0-ൽ നിന്ന് അത് 1-ലേക്ക് മാറിയിട്ട് അത് 10 ആവുക എന്ന് പറയുമ്പോൾ അതിന് ചിലപ്പം ഒരു പ്രൈമി അമ്മയിലൊക്കെ ആകുമ്പോൾ ഒരുപാട് സമയം എടുക്കും. അപ്പൊ ഓൾമോസ്റ്റ് ഒരു 8 മണിക്കൂർ, 10 മണിക്കൂർ, 12 മണിക്കൂറൊക്കെ വരും. അപ്പൊ ഈ എൻറ്റയർ 12 മണിക്കൂറും ഒരേ രീതിയിൽ പേഷ്യൻസിന് കെയർ കൊടുക്കണോ, കണ്ടിന്യൂസ് പേഷ്യന്റ് ഓവർ കെയർ കൊടുക്കണോ? അപ്പൊ ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഫസ്റ്റ് സ്റ്റേജിനെ പിന്നെ 3 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുവാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ 3 ഫേസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 3 ഫേസ് ആണുള്ളത്. ഒന്ന് ലേറ്റന്റ് ഫേസ്, 2 ആക്റ്റീവ് ഫേസ്, 3 ട്രാൻസിഷൻ ഫേസ്. ഒന്നുകൂടെ പറയാം, ലേറ്റന്റ്, ആക്റ്റീവ്, ട്രാൻസിഷൻ. സോ ലേറ്റന്റ് ഫേസ് എന്ന് പറയുന്നത് നിങ്ങൾ പഠിക്കാൻ എളുപ്പത്തിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റേജ് എന്ന് ഓൾറെഡി ഞാൻ പറഞ്ഞു, cervical dilation 1 തുടങ്ങിയിട്ട് 10 വരെയാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ 1 to 10 എന്ന് പറയുന്ന 10 നമ്പേഴ്സിനെ 3 ഈക്വൽ ഡിവിഷൻ ആക്കി മാറ്റുക. 10ന് 3 കഷ്ണങ്ങളാക്കി മാറ്റുക. മനസ്സിലായോ? അപ്പോ 2 3 ഡിജിറ്റ്സും ഒരു 4 ഡിജിറ്റും കിട്ടും. മനസ്സിലായോ? അല്ല, 4 നമ്പേഴ്സ് കിട്ടും. ക്ലിയർ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലേറ്റന്റ് ഫേസ് എന്ന് പറയുന്നത് cervical dilation 0 തുടങ്ങി അല്ലെങ്കിൽ 1 തുടങ്ങി 0 തുടങ്ങിയിട്ട് 3 സെന്റിമീറ്റർ അല്ലെ 4 സെന്റിമീറ്റർ വരെ. ഓക്കെ, അപ്പൊ സർവിക്സ് ഡയലേറ്റ് ആവുന്നത് 0 തുടങ്ങിയിട്ട് ഒരു 4 സെന്റിമീറ്റർ വരെ ഡയലേറ്റ് ആയാൽ അതിന് നമ്മൾ എന്തെന്ന് പറയും? ലേറ്റന്റ് ഫേസ് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് 5 സെന്റിമീറ്റർ തുടങ്ങിയിട്ട് 7, 5, 6, 7 ഇത്രയും വരുന്നത് ആക്റ്റീവ് ഫേസ്. 8, 9, 10 അതായത് ഓൾമോസ്റ്റ് ഫുൾ ഡയലേഷൻ, അത് വരുന്നത് ട്രാൻസിഷൻ ഫേസ്. ഓക്കെ, ഇങ്ങനെ 3 ഫേസസ് ആണ് ലേബറിൽ ഉള്ളത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്, ഒരു അമ്മ ലേറ്റന്റ് ഫേസ്, അതായത് സർവിക്സ് 4 വരെ ഡയലേറ്റ് ആവുന്ന അത്രയും സമയം എന്ത് ചെയ്തു? കംപ്ലീറ്റ് ചെയ്തു. മനസ്സിലായി? അതിന് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും. ഓക്കെ, ഇതിന്റെ രണ്ടാമത്തെ ഫേസ് ആണ് ആക്റ്റീവ് ഫേസ്. ആക്റ്റീവ് ഫേസ് നമ്മളിപ്പം ലേറ്റന്റ് ഫേസുമായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആക്റ്റീവ് ഫേസ് പെട്ടെന്ന് നടക്കുന്ന ഒരു ഫേസ് ആണ്. മനസ്സിലായോ? ഓക്കെ, അപ്പോ ഓപ്ഷൻ പിന്നെ ഓരോ ഓപ്ഷൻസ് വായിക്കൂ. ഇംപെയർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് റിലേറ്റഡ് ടു ഹൈപ്പർ വെന്റിലേഷൻ. ഈ ഒരു പോയിന്റിൽ ഹൈപ്പർ വെന്റിലേഷൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നില്ല, ബിക്കോസ് ഇവിടെ ഹൈപ്പർ വെന്റിലേഷന്റെ ആവശ്യമൊന്നും തന്നെ ഇല്ല. രണ്ടാമത്തത് ഓൾട്ടറേഷൻ ഇൻ പ്ലാസന്റൽ പെർഫ്യൂഷൻ റിലേറ്റഡ് ടു മെറ്റേണൽ പൊസിഷൻ. ആൻഡ് തേർഡ് ഇസ് ഇംപെയർഡ് ഫിസിക്കൽ മൊബിലിറ്റി റിലേറ്റഡ് ടു ഫീറ്റൽ മോണിറ്ററിംഗ് എക്യുപ്മെന്റ്. 4 പൊട്ടൻഷ്യൽ ഫ്ലൂയിഡ് വോള്യൂം ഡെഫിസിറ്റ് റിലേറ്റഡ് ടു ഡിക്രീസ്ഡ് ഫ്ലൂയിഡ് ഇൻടേക്ക്. ഈ ഒരു പോയിന്റിൽ നമുക്ക് ഏതായിരിക്കും ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? മനസ്സിലായോ? അപ്പൊ cervical dilation ഒരു 4 സെന്റിമീറ്റർ ആവുന്ന അത്രയും സമയത്ത് നോർമലി പേഷ്യന്റ് ചിലപ്പോൾ ഓറലി ഒന്നും എടുക്കുന്നുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നത് പൊട്ടൻഷ്യൽ ഫ്ലൂയിഡ് വോള്യൂം ഡെഫിസിറ്റ് ആണ്. മനസ്സിലായോ? എന്തുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇംപെയർഡ് ഗ്യാസ് എക്സ്ചേഞ്ച് എടുക്കാത്തത്? അതിന്റെ റീസൺ, ഹൈപ്പർ വെന്റിലേഷൻ ഇസ് നോട്ട് അറ്റ് ഓൾ എക്സ്പെക്ടഡ് ഇൻ ദിസ് ഫേസ്. ഓക്കെ, അപ്പൊ നമുക്കത് കളയാം. 2, ഓൾട്ടറേഷൻ ഇൻ പ്ലാസന്റൽ പെർഫ്യൂഷൻ റിലേറ്റഡ് ടു മെറ്റേണൽ പൊസിഷൻ. ഇവിടെ അമ്മയുടെ പൊസിഷനിൽ വേരിയേഷൻ വരുമ്പോൾ അവിടെ അതൊന്നും സ്പെസിഫിക്കലി പറഞ്ഞിട്ടില്ല. ആൻഡ് നോർമലി ലേറ്റന്റ് ഫേസിൽ മെറ്റേണൽ പൊസിഷൻ ഇസ് മച്ച് കംഫർട്ടബിൾ ആൻഡ് അമ്മയ്ക്ക് വലിയൊരു പ്രശ്നം ഇല്ലാത്തൊരു സമയമാണ്. ആൻഡ് ഇംപെയർഡ് ഫിസിക്കൽ മൊബിലിറ്റി റിലേറ്റഡ് ടു നോ. ഈ ഒരു ടൈമിൽ നമ്മൾ കണ്ടിന്യൂസ് റെഗുലർ ആയിട്ട് ഫീറ്റൽ ഹാർട്ട് റേറ്റ് കണ്ടിന്യൂസ് മോണിറ്ററിങ് നമ്മൾ അറ്റാച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ സിയും ആവാനുള്ള ചാൻസ് ഇല്ല. സോ ദ ആൻസർ ഇസ് ഡി. Clear? അടുത്ത question. As the client reaches 8 centimeter dilation, the nurse notes a pattern on a fetal monitor that shows a drop in fetal heart rate of 30 beats per minute, beginning at the peak of contraction and ending at the end of contraction. Fetal heart rate baseline is 165 to 175 with a variability 0 to 2 beats per minute. What is the most likely explanation
of this pattern. ഇവിടെ ഒരു അമ്മ അവർക്ക് 8 centimeter cervical dilation വന്നിട്ടുണ്ട്. Okay. And nurse notes a pattern that on the fetal monitor that shows drop in fetal heart rate. അതായത് fetal heart rate കുറയുകയാണ്. എപ്പോഴാണ് കുറയുന്നത്? At the beginning of the contraction. Uterine contraction തുടങ്ങുമ്പോൾ കുറയുന്നു. And the end of uterine contraction. Uterine contraction end ആവുമ്പോഴും കുറയുന്നു. ശരിക്കും ഇത് എന്ത് സംഭവിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ യൂട്രൈൻ കൺട്രാക്ഷൻ ഉണ്ടാവുമല്ലോ. ഈ യൂട്രൈൻ കൺട്രാക്ഷൻ ഇങ്ങനെ തുടങ്ങി അതിനൊരു പീക്ക് ഉണ്ടാവും. ആ പീക്കിലെത്തുമ്പം ശരിക്കും ഫീറ്റൽ ഹാർട്ട് റേറ്റിന് ആക്സലറേഷൻ ഉണ്ടാവണം. മനസ്സിലായി? പക്ഷെ ഇവിടെ ആക്സലറേഷൻ അല്ല, ഇവിടെ ശരിക്കും പറഞ്ഞ ഉണ്ടായത് ഡീസലറേഷൻ ആണ്. ഇതുണ്ടായത് എപ്പോഴാണ്? മെറ്റേണൽ യൂട്രൈൻ കൺട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിൽ. സോ വിച്ച് ഇസ് നോട്ട് അറ്റ് ഓൾ ഗുഡ്. What is the most likely explanation for this pattern? മനസ്സിലായോ? സോ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യമേ ഫീറ്റൽ ഹാർട്ട് റേറ്റിൽ ഉണ്ടാവുന്ന വേരിയേഷൻസ് നമുക്ക് എന്തൊക്കെയാണ്, ഡീസലറേഷൻ ആക്സലറേഷൻ ഒക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. സോ ഇവിടുത്തെ ഏറ്റവും അവസാനം ഡിനോട്ട് ചെയ്തിട്ടുള്ള ഗ്രാഫാണ് യൂട്രൈൻ കൺട്രാക്ഷൻ. അതായത് യൂട്രൈൻ കൺട്രാക്ഷന്റെ സ്റ്റാർട്ടിംഗ് ആണ് ഈ പറഞ്ഞേക്കണേ. ആൻഡ് ദെൻ അതിന്റെ പീക്കാണ് ഇങ്ങനെ മേലിലേക്ക് കയറി നിൽക്കുന്നത്. ആൻഡ് ഡൗൺ പോർഷൻ ഇസ് അത് എൻഡ് ആവുന്നത്. മനസ്സിലായോ? ഇവിടെ പീക്ക്, യൂട്രൈൻ കൺട്രാക്ഷന്റെ പീക്ക് എത്തുമ്പോൾ ഫീറ്റൽ ഹാർട്ട് റേറ്റ് കൂടും. ദാറ്റ് മീൻസ് ഡ്യൂറിങ് പീക്ക് ഓഫ് യൂട്രൈൻ കൺട്രാക്ഷൻ there may be chances to get an acceleration of fetal heart rate. അതാണ് കോമൺ ആയിട്ട് സംഭവിക്കുന്നത്. നിങ്ങൾ നോക്കിക്കേ, യൂട്രൈൻ കൺട്രാക്ഷൻ ഏറ്റവും അടിവശത്ത് തന്നിട്ടുള്ള ഗ്രാഫ്, അതിനകത്ത് പീക്ക് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിന് പി എന്ന് എഴുതാം. ഈ പിയും ഫീറ്റൽ ഹാർട്ട് റേറ്റിന്റെ ഒരു പീക്ക് കണ്ടോ? ഇത് രണ്ടും ഒരേ സമയത്താണ് നടന്നേക്കണത്. ഇതാണ് നോർമൽ എന്ന് പറയുന്നത്. ബാക്കി നിങ്ങൾ എല്ലാം ചെക്ക് ചെയ്തോ, ഇതിനകത്തൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ക്ലിയർ? അപ്പം യൂട്രൈൻ കൺട്രാക്ഷന്റെ പീക്കില് ഫീറ്റൽ ഹാർട്ട് റേറ്റ് എന്ത് ചെയ്യുന്നു? കൂടണം. അതാണ് കോമൺ ആയിട്ടും വരുന്നത്. പക്ഷെ നമ്മൾ നേരത്തെ പറഞ്ഞ ക്വസ്റ്റ്യനിൽ അങ്ങനെ അല്ല സംഭവിച്ചിരിക്കുന്നത്. അവിടെ ആക്സലറേഷന് പകരം ഡീസലറേഷൻ ആണ് ഉണ്ടായത്. ഓക്കെ. ഫീറ്റൽ ഹാർട്ട് റേറ്റിന് ഉണ്ടാവുന്ന ഡീസലറേഷന് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഏർലി ഡീസലറേഷൻ, വേരിയബിൾ ഡീസലറേഷൻ ആൻഡ് ലേറ്റ് ഡീസലറേഷൻ. ഓക്കെ. ഏർലി ഡീസലറേഷൻ, വേരിയബിൾ ഡീസലറേഷൻ ആൻഡ് ലേറ്റ് ഡീസലറേഷൻ. ഏർലി ഡീസലറേഷൻ എന്താന്ന് ചോദിച്ചാല് ആ സെക്കൻഡ് ഡിനോട്ട് ചെയ്യുന്നതാണ് കേട്ടോ ഏർലി ഡീസലറേഷൻ. അതില് ഈ ഡീസലറേഷൻ, അതായത് ഹാർട്ട് റേറ്റ് കുറയുക, ഈ ഡീസലറേഷൻ നമ്മളുടെ യൂട്രൈൻ കൺട്രാക്ഷൻ തുടങ്ങുന്നതിനോടുകൂടെ തുടങ്ങും. അതായത് നിങ്ങൾ നോക്കിക്കുക, ഏർലി ഡീസലറേഷൻ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതായത് പീക്ക് വരുന്നതിന് മുന്നേ എന്ത് വരും? ഡീസലറേഷൻ ഉണ്ടാവും. സാധാരണ ഈ ഏർലി ഡീസലറേഷൻ ഇസ് നോട്ട് എ പ്രോബ്ലമാറ്റിക് തിങ്. ഏർലി ഡീസലറേഷൻ ഉണ്ടാവുന്നത് ഫീറ്റൽ ബോഡി പാർട്സ് നമ്മളുടെ സോവിക്സിനെ കംപ്രസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ പ്ലാസന്റൽ വെസൽസിൽ ജസ്റ്റ് ഒരു കംപ്രഷൻ ഉണ്ടാവുന്നതുകൊണ്ടൊക്കെ വരുന്ന ഒരു കാര്യമാണ് ഏർലി ഡീസലറേഷൻ. അതിനെക്കുറിച്ച് വറി ആവേണ്ട കാര്യമില്ല. മനസ്സിലായോ? പക്ഷെ ഇത് എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും. ഒരുപാട് സമയം എടുക്കില്ല. ഈ ഡീസലറേഷൻ വരുന്ന അപ്പൊ തന്നെ അത് എന്ത് ചെയ്യും? നോർമലിലേക്ക് റീഗെയിൻ ആവും. ഓക്കെ. അടുത്തത് നമുക്ക് ലേറ്റ് ഡീസലറേഷൻ പറയാം. ഈ സെക്കൻഡ് ലാസ്റ്റ് വരുന്നതാണ് ലേറ്റ് ഡീസലറേഷൻ. ലേറ്റ് ഡീസലറേഷനിൽ നോക്കൂ, ഡീസലറേഷൻ സ്റ്റാർട്ട് ചെയ്തത് യൂട്രൈൻ കൺട്രാക്ഷന്റെ പീക്ക് കഴിഞ്ഞതിന് ശേഷം. അതായത് യൂട്രൈൻ കൺട്രാക്ഷന്റെ പീക്കിലാണ് നമുക്ക് എന്ത് വരേണ്ടത്? ഫീറ്റൽ ഹാർട്ട് റേറ്റിൽ വേരിയേഷൻ വരേണ്ടത്. പക്ഷെ ഇവിടെ ഫീറ്റൽ ഹാർട്ട് റേറ്റ് കുറഞ്ഞത് എപ്പോഴാ? ഒരു യൂട്രൈൻ കൺട്രാക്ഷന്റെ പീക്ക് കഴിഞ്ഞതിന് ശേഷം. മനസ്സിലായോ? അതാണ് ലേറ്റ് ഡീസലറേഷൻ. ലേറ്റ് ഡീസലറേഷൻ ഉണ്ടാവുന്നതിന്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് പ്ലാസന്റൽ ഇൻസഫിഷ്യൻസി ആണ്. ഓക്കെ. അതായത് പ്ലാസന്റൽ ബ്ലഡ് വെസൽസിൽ അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന ഇൻസഫിഷ്യൻസി ആണ് ഇതിലേക്ക് ലീഡ് ആവാനുള്ള ഒരു ബേസിക് കാരണം. അടുത്തത് വേരിയബിൾ ഡീസലറേഷൻ. വേരിയബിൾ ഡീസലറേഷന്റെ ഒരു പ്രത്യേകത, ഈ യൂട്രൈൻ കൺട്രാക്ഷന്റെ പീക്കോ ഹാർട്ട് റേറ്റിന്റെ വേരിയേഷനോ തമ്മിൽ ഒരു റിലേഷനും ഇല്ല. അതായത് ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് സംഭവിക്കാം? വേരിയബിൾ ഡീസലറേഷൻ സംഭവിക്കും. There is no as it is a relation between deceleration as well as the uterine contraction. വേരിയബിൾ ഡീസലറേഷൻ ബേസിക്കലി ഉണ്ടാവുന്നത് അംബിലിക്കൽ കോഡ് പ്രൊലാപ്സ് ആവുമ്പം, അംബിലിക്കൽ കോഡ് കംപ്രസ്ഡ് ആവുമ്പോൾ വരുന്നതാണ്
വേരിയബിൾ ഡീസലറേഷൻ. മനസ്സിലായോ? അപ്പൊ 3 ഡീസലറേഷൻ ഉണ്ട്: ഏർലി ഡീസലറേഷൻ, വേരിയബിൾ ഡീസലറേഷൻ ആൻഡ് ലേറ്റ് ഡീസലറേഷൻ. ക്ലിയർ ആയോ? നോർമലി യൂട്രൈൻ കൺട്രാക്ഷൻ വരുമ്പോ എന്താ വരേണ്ടത്? ഡീസലറേഷൻ ആണോ ആക്സിലറേഷൻ ആണോ? ആക്സിലറേഷൻ ആണ് കോമൺ എന്ന് പറയുന്നത്. ആക്സിലറേഷൻ വന്നാലും എന്ത് ചെയ്യണം? അത് തിരിച്ച് നോർമലിലേക്ക് തന്നെ വരണം. മനസ്സിലായോ? പക്ഷെ ഇവിടെ സംഭവിച്ചത് ആക്സിലറേഷന് പകരം ഡീസലറേഷൻ ആണ്. അതിന് തന്നെ നമ്മൾ 3 കാറ്റഗറി ഓഫ് ഡീസലറേഷൻ ഉണ്ട്: ഏർലി ഡീസലറേഷൻ, വേരിയബിൾ ഡീസലറേഷൻ ആൻഡ് ലേറ്റ് ഡീസലറേഷൻ. ഏർലി ഡീസലറേഷൻ എന്ന് പറഞ്ഞാൽ ഡീസലറേഷൻ ഹാപ്പൻസ് ബിഫോർ ദ പീക്ക് ലെവൽ ഓഫ് യൂട്രൈൻ കൺട്രാക്ഷൻ ആൻഡ് വിച്ച് ഇസ് നോട്ട് ഹാർംഫുൾ, അതൊരു ലീത്തൽ പ്രോബ്ലം അല്ല. വേരിയബിൾ ഡീസലറേഷൻ എന്ന് പറഞ്ഞാൽ the deceleration can happens even at the relaxation of uterine contraction, and this basically because of protrusion of umbilical cord or like umbilical cord prolapse. Late deceleration happens after the peak of uterine contraction. Adinte basic reason placental insufficiency ആണ്, uteroplacental insufficiency. Okay, I'm moving back to the question. ഇവിടെ fetal heart rate 30 beats per minute beginning at the peak of contraction, ending at the end of contraction. So drop in fetal heart rate almost 120 to 160 ൽ നിന്ന് 30 digits കുറഞ്ഞു. And the fetal heart, ഇവരുടെ basic fetal heart rate എത്രയാണ്? 165 to 175 ആണ്. And what is the most likely explanation of this pattern? ഇതില് എന്ത് എക്സ്പ്ലനേഷൻ? ഇത് കണ്ടിട്ട് നമുക്ക് ഡീസലറേഷൻ ആണല്ലേ ഉണ്ടായത്. ബേബി ഈസ് അസ്ലീപ്, അംബിലിക്കൽ കോർഡ് ഇസ് കംപ്രസ്ഡ് ആൻഡ് ദർ ഇസ് എ വജൈനൽ റെസ്പോൺസ് ആൻഡ് ദർ ഇസ് എൻ യൂട്ടറോ പ്ലാസന്റൽ ഇൻസഫിഷ്യൻസി. അപ്പൊ ഇവിടെ എന്താണ് എക്സാക്ട്ലി സംഭവിച്ചത്? യൂട്രൈൻ കൺട്രാക്ഷൻ അല്ലെങ്കിൽ ഇത് കുറഞ്ഞു. ഇനി കുറഞ്ഞതിന്റെ റീസൺ എന്താണ്? കുറഞ്ഞു, അതായത് ഫീറ്റൽ ഹാർട്ട് റേറ്റ് ഡ്രോപ്പ് ആയി. ഇനി ആ ഡ്രോപ്പ് ആയത് എപ്പോഴാണ്? പീക്ക് ഓഫ് ദ യൂട്രൈൻ കൺട്രാക്ഷൻ ആൻഡ് ദ എൻഡ് at the end of contraction. അതായത് പീക്കില് ബിഗിനിങ് at the peak of uterine contraction, പിന്നെ അത് എൻഡിലും അത് കുറഞ്ഞു. ഇത് ബേസിക്കലി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണ്? ലേറ്റ് ഡീസലറേഷൻ. സോ അതിന്റെ ബേസിക് റീസൺ ഇസ് ദർ ഇസ് എൻ യൂട്ടറോ ഇൻസഫിഷ്യൻസി ഓർ യൂട്ടറോ പ്ലാസന്റൽ ഇൻസഫിഷ്യൻസി. ദിസ് ഇസ് ദ ആൻസർ, യൂട്ടറോ പ്ലാസന്റൽ ഇൻസഫിഷ്യൻസി. So this is the end of this video. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഫർദർ ക്വയറീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻ വീഡിയോകൾക്കായി നിങ്ങൾക്ക് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാം. പ്ലീസ് ലൈക്ക് ചെയ്യാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.